കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജാമ്യാപേക്ഷയിലെ വിധി ആശ്വാസകരം തന്നെയാണ്. ഇന്ന് സ്വാഭാവികമായും 3 മണിയോടുകൂടി അതിൻ്റെ പകർപ്പ് കിട്ടും. ഇന്ന് തന്നെ ജയിൽ മോചിതയാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമങ്ങൾ നടത്തുന്നത്. അതോടുകൂടി ഇന്ന് തന്നെ ജയിൽ മോചിതയാക്കാൻ വേണ്ടിയുള്ള മോചിതയാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സാർ, 2 ഗ്രൗണ്ട് ഉണ്ടാകുന്നുണ്ട്. ഒന്ന് അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നു എന്നതും, മറ്റൊന്ന് അഴിമതിക്കെതിരായ കാര്യങ്ങൾ നിങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. തീർച്ചയായും ഏത് കാര്യത്തിലായിരിക്കും കൂടുതൽ? അല്ല, അങ്ങനെ ഒരു വിധി കാണാതെ ഞാനൊരു പ്രതികരണം നടത്തുന്നത് ഉചിതമല്ല. പക്ഷേ അന്വേഷണത്തോട് സഹകരിക്കേണ്ട ബാധ്യത ഏത് പൗരനുമുണ്ട്. ഏത് പൗരനും അന്വേഷണത്തോട് സഹകരിക്കാനുള്ള ബാധ്യതയുണ്ട്. പോലീസ് സത്യം കണ്ടെത്താൻ വേണ്ടി ശ്രമമാണ് നടത്തുന്നത്. സ്വാഭാവികം ആ സത്യം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിയായി ആരോപിക്കുന്ന ആളുകൾക്കുണ്ട്. അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് ആശ്വാസമുണ്ട്, തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അല്ല, അത് എല്ലാ കാര്യങ്ങളും ഇപ്പം അറിയേണ്ട കാര്യമല്ല. ഏതായാലും ഒരു കയ്യിൽ കൊള്ളുന്ന സുപ്രധാന തെളിവുകൾ ഇനിയും പരിശോധിക്കപ്പെടാനുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് ഒരു അന്വേഷണ സംഘം ഇതെല്ലാം പരിശോധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. സ്വാഭാവികമായും ദിവ്യ ജയിൽ മോചിതയാകുന്നതോടുകൂടി നമ്മുടെ നിയമ പോരാട്ടത്തിൽ പുതിയൊരു മുഖം കൈവരും എന്നതിനെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വരുമ്പോൾ പൊതുസമൂഹം ഇത്ര നാളും ചർച്ച ചെയ്ത ചില വിഷയം മാത്രമല്ല, ഇതിനിടയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നും കൂടി നമുക്ക് വെളിവാക്കാൻ വേണ്ടി കഴിയും. അതല്ല ഞാൻ ഉദ്ദേശിച്ച അങ്ങനെ പി ദിവ്യയുടെ പ്രഖ്യാപനമല്ല, ഒരു വക്കീൽ എന്നുള്ള ആൾക്ക് പറഞ്ഞുള്ളൂ. പറഞ്ഞത് ഈ കൈക്കൂലിയുടെ സാഹചര്യ തെളിവുകൾ ഉണ്ടെന്നാണ്, ഈ ലോൺ എടുത്തത് ഉൾപ്പെടെയുള്ള കുറെ കാര്യങ്ങളെന്ന് വാദത്തിനിടെ പറഞ്ഞാണല്ലോ. അതെ, കാര്യങ്ങളെല്ലാം കോടതിക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികം നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇതിൽ എൻ്റെ വാദം നടത്തുന്ന സമയത്ത്. വളരെ ജഡ്ജിനേക്കാളും കൂടുതൽ ജാഗരൂകമായി നിങ്ങൾ ഇതെല്ലാം കേട്ടിരുന്നു. എൻ്റെ സംസാരത്തിൻ്റെ ഏത് കോണിലെങ്കിലും എന്താ പിഴച്ചു പോകുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, വാദഘട്ടത്തിൽ പ്രോസിക്യൂട്ടറോട് ചില കാര്യങ്ങൾ ഞാൻ തർക്കിച്ചപ്പം പ്രതിഭാഗത്തെ അടിച്ചിരുത്തിയെന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ശരിയാണ്. പിന്നെ ഒരു കയ്യിൽ കൊള്ളുന്ന പ്രധാന തെളിവുകളുണ്ടല്ലോ, തെളിവുകൾ വന്നു കഴിയുമ്പോൾ ഈ കേസ് ഏത് ലെവലിലേക്ക് മാറുമെന്നാണ് വക്കീൽ? അത് ഞങ്ങൾ തീർച്ചയായും നിരപരാധിത്വം വെളിവാക്കപ്പെടും, ഉറപ്പായിട്ടും. വേറെ ആരെങ്കിലും പ്രതിസ്ഥാനത്തേക്ക് വരാനുള്ള അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ പ്രഖ്യാപിക്കും. ഞാൻ അന്വേഷണ സംഘത്തിൻ്റെ തലവനൊന്നുമല്ല. ഞാനൊരു ആരോപിതയായ ഒരാളുടെ അഭിഭാഷകനാണ്. അപ്പം സ്വാഭാവികം എനിക്ക് എൻ്റെതായ പരിമിതികളുണ്ട്. ഞാനങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷേ ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം പ്രതിയെ ശിക്ഷിക്കുന്നതുവരെ നിരപരാധിയാണെന്നുള്ള സങ്കല്പമാണല്ലോ. അപ്പോൾ ആ സങ്കല്പത്തെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള തെളിവുകളുണ്ട് സ്വാഭാവികമായി. ഈ കളക്ടറുടെ മൊഴിയിൽ ചില ഭാഗങ്ങൾ മാത്രം വന്നു എന്നുള്ളതായിരുന്നു. അതിലെന്താ കാര്യം എന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ വാദിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ കലക്ടറുടെ മൊഴിയുടെ സാരാംശമോ വിശദവിവരങ്ങളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് വാദിക്കുന്നതിൽ പരിമിതി ഉണ്ടായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പ് കൽപ്പിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന നിരീക്ഷണങ്ങളിലാണ് ഇങ്ങനെ വളരെ വളരെ തീവ്രമായ ഒരു തെളിവുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായതും അത് റെഗുലർ ബെയിൽ ആപ്ലിക്കേഷൻ സമയത്ത് ഞങ്ങളത് ഉയർത്തി കാണിക്കുകയും സ്വാഭാവികമായും അത് ഒരു സംഭവം നടന്നു, ഒരു ആരോപണം നടന്നു, അത് ഉടൻ തന്നെ ഒരാൾ പ്രതികരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നുള്ളത് സാമാന്യ യുക്തിയാണ്. ആ സാമാന്യ യുക്തി മാത്രമേ അന്ന് ഞങ്ങൾ കോടതി മുമ്പാകെ ധരിപ്പിച്ചത്. ആ യുക്തിയെ സർവ്വരാലും അംഗീകരിച്ചു, ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചു. ഇതാണ് അതിൻ്റെ കാര്യം. തീർച്ചയായിട്ടും എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, അന്വേഷണം ഒരിക്കലും ഒരു ഏകമുഖമായിട്ട് ഇങ്ങനെ പ്രതികൾക്ക് എതിരെ മാത്രമല്ല, സത്യം കണ്ടെത്തേണ്ട ശ്രമം കൂടിയാണ്. അൺവാർണിഷ്ഡ് ട്രൂത്ത് ആണല്ലോ നമ്മൾ കോടതിയിൽ വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും സത്യം കണ്ടെത്താനുള്ള ശ്രമം അവരിനിയും നടത്തണം. സ്വാഭാവികമായും ദിവ്യയുടെ കയ്യിലുള്ള മറ്റ് വിശദവിവരങ്ങൾ നിങ്ങൾ അന്വേഷണ സംഘത്തിന് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് സമർപ്പിക്കും. അത്ര കാര്യങ്ങളെല്ലാം ചെയ്യും. തലശ്ശേരി സെഷൻസ് കോടതി ജാമ്യ ഉത്തരവ് നൽകുന്നതിനോടൊപ്പം ഉപാധികൾ വെച്ചാണ് ജാമ്യം നൽകിയിട്ടുള്ളത്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പ് ഹാജരാകണം, കണ്ണൂർ ജില്ല വിട്ടുപോകാൻ വേണ്ടി പാടില്ല, പിന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല എന്നുള്ള സാധാരണ ഉപാധികൾ ഈ കാര്യത്തിൽ വെച്ചിട്ടുണ്ട്. തീർച്ചയായും ഉപാധികൾ അനുസരിച്ച് കൊണ്ടായിരിക്കും ജാമ്യ ബോണ്ട് ഒപ്പിടുന്നത്. അല്ല, അത് സാധാരണ ഉണ്ടാവില്ലല്ലോ. സാധാരണ രണ്ട് ജാമ്യക്കാരെ, അതായത് തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പ് ഹാജരാകണം, 2 കണ്ണൂർ ജില്ല വിട്ടുപോകാൻ പാടില്ല, 3
സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല. മറ്റ് സാധാരണ ജാമ്യ ഉത്തരവ് പാലിക്കുന്നത് പോലെ 2 ആൾ ജാമ്യത്തിൽ പുറത്തു വരണം. ഇതാണ് അതിൻ്റെ കാര്യം. ആൾജാമ്യം ഇല്ല അതില്ല. നിങ്ങൾക്ക് ഇത് കണ്ടീഷൻ പറയണമെന്ന് പറഞ്ഞാൽ കണ്ടീഷൻ പറയണം. നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് കാരണം അല്ല ഓക്കെ ശരി താങ്ക് യു.